വെൽക്കം ബാക്ക് ടു മൈ കുക്കിംഗ് വ്ളോഗ്. അപ്പം നമുക്കൊരു ക്യാരറ്റ് റൈസ് കേക്ക് ആണ് കേട്ടോ. സംഭവം പേരേക്കാൻ കൊള്ളാലെ പുട്ടാണ്. അതിനിടെ ഇവിടെ അജിമയുടെ പുട്ടുപൊടി അല്ലെങ്കിൽ കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളം കൂടി വെച്ചിട്ട് നല്ലോണം അങ്ങോട്ട് പുട്ടുപൊടി അത് കുഴച്ച് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടോ. എന്നിട്ട് ഇവിടെ വേറൊരു പാൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും ചെറിയ വെച്ചിട്ട് തന്നെ ക്യാരറ്റും തേങ്ങയും കൂടിയിട്ട് നല്ലോണം അത് അങ്ങോട്ട് വഴറ്റിയെടുത്ത് നല്ലോണം വഴറ്റി വന്ന സമയത്ത് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇട്ടിട്ട് വീണ്ടും അത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് വഴറ്റി കേട്ടോ. ഒരു സൈഡിൽ ഞാൻ തേങ്ങ ചെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മധുരത്തിനായിട്ട് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടോ. അത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പുട്ടുപൊടിയിലേക്ക് ആഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ നമ്മൾ വേവിച്ച ക്യാരറ്റിൽ അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തു കേട്ടോ. ഇനി പുട്ടാവി കയറ്റാനായിട്ട് വേവിച്ച ക്യാരറ്റും കുറച്ച് പാൽപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള തേങ്ങയും അതിൻ്റെ മേൽക്കൂടെ പുട്ടുപൊടിയും കൂടി ഇട്ടിട്ട് അതിന് മേൽക്കൂടെ വീണ്ടും ഒരു ലെയറായിട്ട് തേങ്ങയും കൂടി ഇട്ടിട്ട് വീണ്ടും ഞാൻ ആവി കയറ്റാൻ വെച്ചിട്ടോ. 5 മിനിറ്റ് മതി, സംഭവം പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ക്യാരറ്റ് റൈസ് കേക്ക്. വീട്ടിൽ കുഞ്ഞുമക്കൾക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ.